ഡെൻ ടീമംഗമായ ജിൻഡോയും ബാക്കി കുട്ടിമാരുമാണ് ഈ ആഴ്ചത്തെ കിച്ചൻ്റെ ഭരണം ഏറ്റെടുത്തേക്കുന്നത്. അതിൽ ജാസ്മിനാണ് ക്യാപ്റ്റൻ. കഴിഞ്ഞ ആഴ്ച കിച്ചൻ ടീമിലുണ്ടായിരുന്ന ജാസ്മിൻ ഉഡായിപ്പ് കാണിച്ചതുകൊണ്ട് അൻസിബയാണ് കൂടുതൽ സമയവും കിച്ചണിൽ പാചകം ചെയ്യാൻ സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് ഈ ആഴ്ച മനഃപൂർവ്വം ജാസ്മിൻ ക്യാപ്റ്റനാക്കിയിട്ട് പണി മുഴുവൻ ജാസ്മിൻ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രോമോയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞത് ജിൻഡോയും ജാസ്മിനോടെ അടിയാണ്. ജിൻഡോ ജാസ്മിനോടും റസ്മിനോടുമായിട്ട് പറയുകയാണ്, ആരെങ്കിലും കിച്ചൺ ഉപയോഗിക്കുന്നെങ്കിൽ അവർ ഉപയോഗിച്ച പാത്രം മുഴുവൻ വൃത്തിയാക്കുകയും കിച്ചൺ കൗണ്ടർ ക്ലീൻ ആക്കുകയും ചെയ്യണം. അപ്പോൾ ജാസ്മിൻ തിരിച്ച് അലറിക്കൊണ്ട് ജിൻഡോയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കഴുകാറുണ്ട്. നിങ്ങളെപ്പോലെ കഴിഞ്ഞ ദിവസം ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ചൂല് കിച്ചൺ കൗണ്ടറിൽ കൊണ്ടുപോയി ഞാൻ വെച്ചിട്ടില്ല. അപ്പം ക്യാപ്റ്റനായ റസ്മിൻ പറയുന്നതിലൊരു കാര്യമുണ്ട് എന്ന് അലറുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 ദിവസമായപ്പോഴത്തേനും മറ്റ് കഴിവുള്ള പല കണ്ടസ്റ്റൻറ്റുകളും എവിക്റ്റായിപ്പോയി. റസ്മിൻ ഇതുവരേക്കും ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പതറുന്ന സ്വരവുമായിട്ട് വന്ന് അലറുന്നത് കേൾക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഓളം ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ, ജാസ്മിൻ, ഗബ്രി. ബാക്കി ഉള്ളവരെല്ലാം വല്ലപ്പോഴും ഒരു ചെറിയ നീർക്കോലി തവളേനെ പിടിക്കുമ്പോഴത്തേന് എന്നൊക്കെ ഒരു കരയുന്ന ഒരു ചെറിയ സൗണ്ട് മാത്രം ഉണ്ടാക്കി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരാണ് മറ്റു പലരും. ജിൻഡോ കഴിഞ്ഞ ആഴ്ച കിച്ചണിലായപ്പോഴത്തേനും ഉടായിപ്പാണ് ചെയ്തത്. അൻസിബ തുറന്നു പറയുകയും ചെയ്തു. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ വരാം അപ്പോൾ വരാം. പുള്ളി പകുതി സമയം എങ്ങനെയാണ് സിഗരറ്റ് വലിക്കുന്ന ഏരിയ വരുന്ന കട്ടപ്പിടി വലിച്ചു കയറ്റുകയാണ് പുള്ളി. ഏതായാലും ജാസ്മിനെ ക്യാപ്റ്റനാക്കിയതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേനും ജാസ്മിൻ കൂടുതൽ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർ മനഃപൂർവ്വം ഒരു ചെറിയ പണി കൊടുത്തതാണ്. കാരണം ഇതുവരെ ജാസ്മിൻ അവിടെ ഇവിടെയും അതുപോലെ തന്നെ ക്യാപ്റ്റനൊക്കെ ആയിട്ട് കിച്ചണിൽ അധിക സമയം പണിയെടുത്തിട്ടില്ല. ഏതായാലും ഇത് നല്ല രീതിയിൽ പണിയെടുത്ത് പാചകമൊക്കെ പഠിക്കാൻ പറ്റിയ നല്ല അവസരമാണ്.